ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും ടിനൂസ് ടേസ്റ്റിലേക്ക് സ്വാഗതം. വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും അതോടൊപ്പം സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്തേക്കണേ. ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് വളരെ പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു കേരള സ്റ്റൈലിലുള്ള വെജ് ഫ്രൈഡ് റൈസ് ആണ്. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു റൈസാണിത്. ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് കാണാം. ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഗരം മസാല തയ്യാറാക്കുന്നതിനായിട്ട് ഒരു പാനിലേക്ക് 1.5 ടേബിൾ സ്പൂൺ പെരിഞ്ജീരകവും 4 ഏലക്കായും ഒരു 5 ഗ്രാമ്പൂവും 1 ഇഞ്ച് വലുപ്പത്തിലുള്ള കറുവാപ്പട്ടയും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഡ്രൈ റോസ്റ്റ് ചെയ്തെടുക്കണം. അതിനുശേഷം ഇതൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ട് ഒന്ന് പൊടിച്ചെടുക്കാം. ഞാൻ ഈ പറയുന്ന കണക്കിൽ ഈ പൊടി ഒരു 3 പ്രാവശ്യം നമുക്കിത് തയ്യാറാക്കാനായിട്ടുണ്ടാകും. ഞാനിവിടെ 250 ml മെഷർമെന്റ് കപ്പിൽ 1.5 കപ്പ് ബസ്മതി റൈസിലാണിത് തയ്യാറാക്കുന്നത്. അരി വെള്ളം ഒഴിച്ചിട്ട് ഒരു 3-4 പ്രാവശ്യം നന്നായിട്ടൊന്ന് കഴുകിയെടുക്കാം. അരി നന്നായിട്ട് വെള്ളം വാർത്ത ശേഷം കൃത്യം ഒരു 15 മിനിറ്റ് ഇതൊന്ന് കുതിരാനായിട്ട് വെച്ചേക്കണം. ഇപ്പൊ ഒരു കൃത്യം 15 മിനിറ്റ് ആയിട്ടുണ്ട്. കണ്ടോ, അരി നന്നായിട്ട് കുതിർന്ന് വന്നിട്ടുണ്ട്. നമ്മളിവിടെ കുക്കറിലാണ് അരി വേവിച്ചെടുക്കുന്നത്. അതിനായിട്ട് ഒരു കുക്കറിലേക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ച് ചൂടാക്കുക. ഇതിലേക്ക് ഒരു ചെറിയ പീസ് കറുവാപ്പട്ടയും 1 ഏലക്കായും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് ഓപ്ഷണൽ ആണ്, ഉണ്ടെങ്കിൽ ചേർത്താൽ മതി. നമ്മൾ കുതിർത്ത് വെച്ചിരിക്കുന്ന അരി ചേർത്തിട്ട് 1 മിനിറ്റ് നേരം ഒന്ന് വഴറ്റിയെടുക്കാം. ഇതിലേക്ക് 250 ml മെഷർമെന്റ് കപ്പിൽ 2.5 കപ്പ് വെള്ളമാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. ഇതിലേക്ക് 1 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും 1/4 ടീസ്പൂൺ നാരങ്ങ നീരും 1/4 ടീസ്പൂൺ നമ്മൾ പൊടിച്ചു വെച്ചിരിക്കുന്ന ഗരം മസാലയും കൂടെ ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കുക്കർ അടച്ചു വയ്ക്കാം. ഒരു മീഡിയം ഫ്ലെയിമിൽ വയ്ക്കുക. കൃത്യം ഒരു 3-4 മിനിറ്റ് ആകുമ്പോൾ ഇതുപോലെ നന്നായിട്ട് സ്റ്റീം വന്നു തുടങ്ങും. ഈ സമയത്ത് വിസിൽ വെച്ച് ഫ്ലെയിം ഏറ്റവും സിമ്മിലാക്കി വയ്ക്കുക. കൃത്യം 3 മിനിറ്റ് ആകുമ്പോൾ സ്റ്റവ് ഓഫ് ചെയ്യുക. അതിനുശേഷം കുക്കറിൽ നിന്ന് നന്നായിട്ട് പ്രഷർ പോയ ഉടനെ തന്നെ നമുക്ക് ഈ ചോറൊന്ന് തണുക്കാനായിട്ട് മാറ്റി വെക്കണം. വേറെ പാത്രത്തിലേക്ക് തട്ടിയിട്ട് തണുക്കാനായിട്ട് മാറ്റി വയ്ക്കാം. 1-2 പ്ലേറ്റിലും കൂടെ ഈ ചോറൊന്ന് തണുക്കാനായിട്ട് വെക്കണം. അപ്പം ഇതിലുള്ള കഞ്ഞിവെള്ളം നമ്മൾ പറ്റിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ചെറുതായിട്ട് പശയുള്ള അരിയാണെങ്കിൽ ചെറിയൊരു ഒട്ടലുണ്ടാവും. തണുത്ത് കഴിയുമ്പോൾ നമുക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള ചോറായിരിക്കും നമുക്ക് കിട്ടുന്നത്. ആവശ്യത്തിന് വെന്തിട്ടും ഉണ്ടാവും, എന്നാൽ പരസ്പരം ഒട്ടും തന്നെ ഒട്ടിപ്പിടിക്കാത്ത രീതിയിലുള്ള ചോറായിരിക്കും നമുക്ക് കിട്ടുന്നത്. അതിനുശേഷം ഒരു കടായിലേക്ക് ഒരു 1.5 ടേബിൾ സ്പൂണോളം നെയ്യൊഴിച്ച് ചൂടാക്കി കുറച്ച് കശുവണ്ടി പരിപ്പും കിസ്മിസും കൂടെ വറുത്ത് കോരി എടുക്കുന്നുണ്ട്. ഇതിലേക്ക് ഒരു മീഡിയം സൈസ് സവാള സ്ലൈസ് ചെയ്തെടുത്തതാണ് 1 കപ്പ് ഉണ്ട്, അതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. സവാള ഒന്ന് വാടി വരുന്ന സമയത്ത് ഇതിലേക്ക് 1 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടെ ചേർത്തിട്ട് ഒന്ന് വഴറ്റിയെടുക്കാം. ഉള്ളി ഒന്ന് നന്നായിട്ട് വാടി വരുമ്പോഴത്തേക്ക് ഇതിലേക്ക് 1/2 കപ്പ് ക്യാരറ്റ് കൊത്തി എരിഞ്ഞതാണ്, അതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1/2 കപ്പ് ബീൻസും 1/2 കപ്പ് പട്ടാണി അല്ലെങ്കിൽ ഗ്രീൻ പീസും കൂടെ ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് നിങ്ങളുടെ എരിവിന് ആവശ്യമായിട്ടുള്ള പച്ചമുളക്, ഞാൻ ഇവിടെ ഒരു 4 പച്ചമുളക് സ്ലൈസ് ചെയ്തത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്തിട്ട് ഇതൊന്ന് വഴറ്റിയെടുക്കാം. ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ നിറച്ച് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്താൽ മതി. മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്തിട്ട് ഇത് നന്നായിട്ടൊന്ന് വഴറ്റി ആ മഞ്ഞൾപ്പൊടിയുടെ പച്ചമണം ഒന്ന് മാറ്റിയെടുക്കണം. ഈ സമയത്തൊക്കെ ഫ്ലെയിം എപ്പോഴും ഒരു മീഡിയത്തിലാക്കി വെക്കാനായിട്ട് ശ്രദ്ധിക്കാം. ഇനി ഇതൊരു അടപ്പ് കൊണ്ട് മൂടിയിട്ട് ഒരു 2 മിനിറ്റത്തേക്ക് ഒന്ന് അടച്ചു വെച്ചേക്കാം. അതിനുശേഷം അടപ്പ് തുറന്ന് ഒന്ന് വഴറ്റിയ ശേഷം 1 ടീസ്പൂൺ ഗരം മസാല പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് നമ്മൾ പൊടിച്ചെടുത്ത ഗരം മസാല പൊടിയാണ്. ഇതിലേക്ക് കുറച്ച് മല്ലിയിലയും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ തണുക്കാൻ മാറ്റി വെച്ചിരിക്കുന്ന ചോറുണ്ടല്ലോ, അതും കൂടെ ചേർത്ത് കൊടുക്കാം. കണ്ടോ, നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടും. ഇത് ഈ രീതിയിൽ തയ്യാറാക്കി കഴിഞ്ഞാൽ വെറും ഒരു 6 മിനിറ്റ് മതി നമുക്ക് ചോറ് വേവിച്ചെടുക്കാനായിട്ട്. നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന കശുവണ്ടി പരിപ്പും കിസ്മിസും കൂടെ ചേർത്തിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഉപ്പ് നോക്കുക, ഉപ്പ് കുറവാണെങ്കിൽ ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുക. അങ്ങനെ നമ്മൾ വളരെ സ്വാദിഷ്ടമായിട്ടുള്ള ഒരു കേരള സ്റ്റൈലിലുള്ള ഒരു ഫ്രൈഡ് റൈസ് തയ്യാറായിട്ടുണ്ട്. എല്ലാ ചൊവ്വ വ്യാഴം ദിവസങ്ങളിലും ഉച്ചയ്ക്ക് 2 മണിക്ക് നല്ല നല്ല റെസിപ്പീസുമായിട്ട് വരുന്നതാണ്. കൂടുതൽ നല്ല നല്ല റെസിപ്പീസ് കാണുന്നതിനായിട്ട് ചാനൽ ഒന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്തേക്കണേ. അപ്പൊ തീർച്ചയായിട്ടും നിങ്ങൾ തയ്യാറാക്കി നോക്കുക. പ്രിയപ്പെട്ടവരുടെ മുഖത്ത് പുഞ്ചിരി വിടർത്തുക. ഹാപ്പി കുക്കിംഗ്.